തുടങ്ങിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജീസ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ വൈകുണ്ഠയോഗം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ബോധലെ ശ്രീമതി ജയപതാക സ്വാമി നിധിനാമിനെ നമാചാര്യപദായ നിത്യായി കൃപാപ്രദായിനെ ഗൗരകഥ ഗാമോദായ നഗരഗ്രാമോദായിനെ നമ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസ്ഥായ ബോധലെ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നിധിനാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏകാദശി മാഹാത്മ്യം ആദ്യം പറയാമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ഏകാദശി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഏകാദശി ഉണ്ടായത്, എങ്ങനെയാണ് ഏകാദശി വ്രതം നമ്മൾ ആചരിക്കേണ്ടത്, ഇതിനെയെല്ലാം വിശദമായിട്ട് ഓതന്റിക്കായിട്ട് തന്നെ, അതായത് ശാസ്ത്രങ്ങളിൽ നിന്ന് എടുത്തു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ശുകദേവ ഗോസ്വാമി പറയുന്നു, അല്ലയോ ജ്ഞാനിയായ ബ്രാഹ്മണരെ, പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏകാദശിയുടെ മഹിമയും പരിപാലിക്കേണ്ടത് എങ്ങനെയെന്നും വിവരിക്കുകയുണ്ടായി. അപ്പോൾ ശ്രീ ശുകദേവ് ഗോസ്വാമിയാണ് ആ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളായ കുറേ ബ്രാഹ്മണരും മഹർഷിമാരും ഉള്ള ആ അസംബ്ലിയിൽ, അല്ലെങ്കിൽ അവരെല്ലാം സന്നിഹിതരായിരുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ശുകദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നതാണ് നമുക്ക് ഈ ഏകാദശി മാഹാത്മ്യത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുക. ഇതെല്ലാം പത്മപുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ്. അല്ലയോ ശ്രേഷ്ഠരായ ബ്രാഹ്മണരെ, ആരെല്ലാം ഏകാദശിയുടെ മാഹാത്മ്യം കേൾക്കുന്നുവോ അവർക്കെല്ലാം ഭൗതികമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരികയും അവരെ എല്ലാം തന്നെ ഭഗവാൻ വിഷ്ണുവിൻ്റെ ധാമത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അർജുനൻ ഭഗവാനോട് ചോദിച്ചു, അല്ലയോ ജനാർദ്ദന, എന്തെല്ലാം ഗുണങ്ങളാണ് ഈ ഏകാദശി എടുത്താൽ കിട്ടുന്നത്? ഒരു ദിവസം മുഴുവനും വ്രതമെടുക്കുന്ന ആൾക്കും ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കും രാത്രി ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കും കിട്ടുന്ന പുണ്യം എന്തൊക്കെയാണ്? എന്തൊക്കെ നിയമങ്ങളാണ് ഏകാദശി വ്രതത്തിന് അനുഷ്ഠിക്കേണ്ടത്? ദയവായി പറഞ്ഞു തന്നാലും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ അർജുന, ഈ ഏകാദശി പരിപാലനം ചെയ്യാൻ നിന്നാൽ കഴിയുന്നത് നീ ശ്രമിക്കുക. ഏകാദശിയുടെ ദിവസത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള വ്രതങ്ങൾ ഞാൻ നല്ല രീതിയിൽ വിവരിച്ചു തരാം. അതായത് ദശമി ദിവസം, അതായത് ഏകാദശിയുടെ തലേ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ വൈകുന്നേരത്തെ അത്താഴം കഴിക്കണം. അടുത്ത ദിവസം 10 നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി വ്രതമെടുക്കണം. ഉച്ചയ്ക്ക് നദിയിൽ പോയി കുളിക്കണം. തടാകത്തിലോ കുളത്തിലോ കുളിച്ച് ശുദ്ധമാകാം. ഭൂമി ദേവിയുടെ പേര് ഉരുവിട്ടുകൊണ്ട് ജപിക്കാം. ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ട് ജപിക്കാം. അല്ലയോ ജനാർദ്ദന, കഴിഞ്ഞ ജന്മത്തിൽ നേടിയിട്ടുള്ള എല്ലാ പാപകർമ്മങ്ങളും നീക്കം ചെയ്ത് എന്നെ ഭഗവത് ധാമത്തിൽ എത്താൻ പ്രാപ്തനാക്കിയാലും എന്ന് വേണം നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ. ഭഗവത് നാമം ഉരുവിട്ടുകൊണ്ട് കുറച്ച് മണ്ണ് എടുത്ത് ഗംഗാജലത്തിൽ കുഴച്ച് നമ്മൾ നെറ്റിയിൽ തൂവുന്നത് നന്നായിരിക്കും. ഏകാദശി വ്രതമെടുക്കുന്ന നാളിൽ ഭക്തർ ഒരു ചണ്ടാളനോടോ നിരീശ്വരനോടോ മറ്റുള്ള അസന്മാർഗികളോടോ സംസാരിക്കാനോ കൂട്ടുകൂടാനോ പാടില്ല. ദേവന്മാരെ നിന്ദിക്കുന്നവരോട് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഭഗവാൻ ഗോവിന്ദന്, സാക്ഷാൽ വിഷ്ണുവിന് നല്ല ഭക്ഷണവും പൂക്കളും നിവേദിച്ച് ആരതി ചെയ്ത് ഭജിച്ചുകൊണ്ടേയിരിക്കണം. പകൽ ഉറക്കം പാടില്ല, മൈഥുനം പാടില്ല. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഉപവസിക്കുന്നതും പതിവാണ്. സങ്കീർത്തനം ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തി രാത്രി മുഴുവൻ ഉറക്കമിളച്ച് കഴിയേണ്ടി വരും. 10 ശുദ്ധ ബ്രാഹ്മണർക്ക് ദാനം നൽകുന്ന പുണ്യമാണ് നമുക്ക് ഏകാദശി വ്രതത്തിലൂടെ ആദ്യമായി ലഭിക്കുക.
ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയുന്നതാണ്. അതുപോലെ പല പല ഫലങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ശംഭോദരയിലെ പുണ്യനദിയിൽ സ്നാനം ചെയ്യുക. ഭഗവാൻ ഗദാധരനെ നേരിട്ട് കാണുന്ന പുണ്യമാണ് ഏകാദശി വ്രതത്തിലൂടെ, സ്നാനത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുക. അതായത് പുഴയിൽ മുങ്ങി കുളിക്കണം എന്നാണ് പറയുന്നത്. സന്ദർഭവശാൽ നമുക്ക് സാധ്യമല്ലാത്തതിനാൽ പൈപ്പ് വെള്ളത്തിന്റെ ചുവട്ടിൽ നിന്നാണ് കുളിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഗംഗാജലമാണ് ഒഴുകി വരുന്നതെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് സ്നാനം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഏകാദശി ദിവസം ചെയ്യുന്നത് അത്യുത്തമം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായി പറയുന്നത്, ഈ ദിവസം നമ്മൾ ദാനം ചെയ്താൽ 4000 മടങ്ങ് പുണ്യം കിട്ടുമെന്ന് പറയുന്നു. ഏകാദശി ദിവസമാണ് ഏറ്റവും ദാനം ചെയ്യാൻ പറ്റിയ ദിവസം എന്നാണ് പറയുക. നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക്, ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർക്ക്, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക്, അല്ലെങ്കിൽ പക്ഷികൾക്കൊക്കെ ആഹാരം ദാനം ചെയ്യുക. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന, ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിവസമാണ് ഏകാദശി വ്രതം അല്ലെങ്കിൽ ഏകാദശി ദിവസം. അങ്ങനെ ചെയ്താൽ, ദാനം ചെയ്തു കഴിഞ്ഞാൽ 10,000 പശുക്കളെ ദാനം ചെയ്താൽ കിട്ടുന്നതിൻ്റെ 10 ഇരട്ടി പുണ്യമാണ് നമുക്ക് ഏകാദശി ദിവസം ദാനം ചെയ്യുന്നതിലൂടെ നേടാൻ സാധിക്കുക. മാത്രമല്ല 100,000 പാവങ്ങളെ നമ്മൾ ഭക്ഷണം ദാനം ചെയ്യുന്നതിലൂടെ 100,000 പാവങ്ങൾ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ സാധിക്കും എന്നും ഇവിടെ പറയുന്നു. ഒരു ഏകാദശി വ്രതം നോക്കുമ്പോൾ കിട്ടുന്നത്, ഈ ഏകാദശി നാളിൽ ഒരു ബ്രഹ്മചാരിക്ക് ഭക്ഷണം കൊടുത്താൽ 10 ഇരട്ടി ഫലവും, ഒരു കന്യകയെ ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് കന്യാദാനം നടത്തിയാൽ, വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ 1000 ഇരട്ടി ഫലവും കിട്ടും എന്നും പറയുന്നു. അപ്പൊ ഏകാദശി ദിവസം എന്തുകൊണ്ടും വളരെ വളരെ ഓസ്പീഷ്യസ് ആണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലയോ കുന്തിപുത്ര, ഭഗവാൻ മറ്റു ധാന്യങ്ങൾ ദാനം നൽകുമ്പോൾ പൂർവികരും ദേവന്മാരും വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ ഏകാദശി ദിവസം ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് വ്രതം നോക്കുന്നവർ. പക്ഷേ ഈ ധാന്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ദാനം ചെയ്താൽ നമ്മുടെ പൂർവികർ, മരിച്ചുപോയ മുത്തച്ഛന്മാര്, അങ്ങനെയുള്ള പൂർവ്വ പിതാക്കന്മാർക്ക് എല്ലാവർക്കും അവര് നരകത്തിൽ കിടക്കുവാണെങ്കിൽ അവിടുന്ന് മോക്ഷം കിട്ടും. അതോടൊപ്പം തന്നെ അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഏകാദശി നാളിൽ പൂർണ്ണമായും വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യം അളവറ്റതാണ്. രാത്രി മാത്രം ഭക്ഷണം കഴിക്കുന്നവർക്ക് പകുതി പുണ്യം ലഭിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഹരിയുടെ ഈ ദിനത്തിൽ ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ച്, അല്ലെങ്കിൽ രാത്രി മാത്രം ഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പകുതി പുണ്യം ലഭിക്കും എന്നാണ് പറയുന്നത്. ഏകാദശി നാളിൽ ശംഖിൽ നിന്നും ജലം കുടിക്കാൻ പാടില്ല. അതുപോലെ മത്സ്യമാംസാദികൾ നിവേദിക്കാനോ കഴിക്കാനോ പാടില്ല. ധാന്യവും ബീൻസും കഴിക്കാൻ പാടില്ല. അല്ലയോ അർജുന, വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഞാൻ വിസ്തരിച്ചു കഴിഞ്ഞു. അർജുനൻ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങ് പറഞ്ഞ പ്രകാരം ഒരു ഏകാദശി വ്രതം 1000 വേദജ്ഞാനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്നും അത് എങ്ങനെയാണ് എന്നും വിസ്തരിച്ചു പറഞ്ഞാലും. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഈ ഏകാദശി ദിവസം മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. സത്യയുഗത്തിൽ മുര എന്ന രാക്ഷസൻ ജീവിച്ചിരുന്നു. ഭയങ്കര ദേഷ്യത്തോടെയും ശക്തിമാനായിട്ടും ദേവന്മാരെ എല്ലായ്പ്പോഴും ആക്രമിക്കുകയും അവരെല്ലാവരും ഈ മുര എന്ന രാക്ഷസനെ ഭയന്ന് വളരെയധികം പേടിച്ച് കഴിയേണ്ടി വന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. ദേവസുരനായ ഇന്ദ്രനെ തോൽപ്പിച്ചവനും സൂര്യദേവനായ വിവസ്വാനെയും വായുദേവനെയും അഗ്നിദേവൻ ഇവരെയൊക്കെ തന്റെ ശക്തി കൊണ്ട് മുര അധീനതയിലാക്കി. ഇന്ദ്രദേവൻ തന്റെ സങ്കടവുമായി ശിവന്റെ അടുത്തെത്തി. ഞങ്ങൾ എല്ലാവരും ദേവലോകത്തു നിന്നും പുറത്താക്കപ്പെട്ടു. ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതിനാൽ തന്നെ ഞങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് എന്ന് ലോർഡ് ശിവനെ അറിയിച്ചു. ഭഗവാൻ ശിവൻ മറുപടി പറഞ്ഞു, അല്ലയോ ദേവരാജാവേ, വിഷ്ണുധാമത്തിൽ ഗരുഡവാഹകന്റെ അടുത്തേക്ക് ചെല്ലുക. അദ്ദേഹമാണ് ജഗത്തിന്റെ അധിപൻ, ലോകത്തിന്റെ രക്ഷകൻ. അദ്ദേഹത്തിന്റെ അധീനതയിലാണ് എല്ലാ ചരാചരങ്ങളും ചലിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക്
ഇന്ദ്രനും ദേവാദികളും എല്ലാം അഭയം പ്രാപിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണൻ തുടർന്നു, ധനഞ്ജയ, ഭഗവാൻ ശിവൻ പറഞ്ഞ വാക്ക് കേട്ട് എല്ലാ ദേവന്മാരും കൂടി ജഗന്നാഥനെ സ്തുതിക്കാൻ തുടങ്ങി. ഈ ബ്രഹ്മാണ്ടത്തിന്റെ അധിപനും ദേവാദിദേവനായ ഭഗവാനെ, എല്ലാ ജീവാത്മാക്കളുടെ രക്ഷകനും, പാൽക്കടലിൽ കിടക്കുന്ന പരമപുരുഷോത്തമനായ ഭഗവാന് 1000 ദണ്ഡവത് പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. വീണ്ടും വീണ്ടും ഭഗവാനെ അവർ സ്തുതിക്കാൻ തുടങ്ങി. പരമദിവ്യോത്തമ പുരുഷ, ദേവാദിദേവ, അസുരന്മാരുടെ ശത്രുവേ, കമലനേത്ര, മധുസൂദന, ദയവായി ഞങ്ങളെ രക്ഷിച്ചാലും. ഇങ്ങനെ ഇന്ദ്രാദി ദേവന്മാർ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. രാക്ഷസന്മാരുടെ കയ്യിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും ജഗന്നാഥ, നീയാണ് എല്ലാം സൃഷ്ടിക്കുന്നത്, നീ തന്നെയാണ് എല്ലാം നിലനിർത്തുന്നത്, നീ തന്നെയാണ് എല്ലാം സംഹരിക്കുന്നതും, എല്ലാ ലോകത്തിന്റെയും അച്ഛനും അമ്മയും നീ തന്നെയാണ്, എല്ലാത്തിന്റെയും സൃഷ്ടിയും നീ തന്നെയാണ്, ദേവന്മാരുടെ രക്ഷകനും നീ തന്നെയാണ്, ഈ ഭൂമിയും ആകാശവും ബ്രഹ്മാണ്ടങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നതും നീയാണ്, ശിവനും ബ്രഹ്മാവും വിഷ്ണുവും 3 ലോകത്തിന്റെ പരിപാലകനും എല്ലാം നീ തന്നെയാണ്, സൂര്യന്റെയും ചന്ദ്രന്റെയും അഗ്നിയുടെയും ഈശ്വരനും നീ തന്നെയാണ്, നെയ്യ്, ഹോമകുണ്ഡം, നിശബ്ദത, വിരഹത്തിന്റെ അധിപൻ ഒക്കെയും നീ തന്നെയാണ്. പരമദിവ്യോത്തമ പുരുഷ, ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നേക്കാൾ വലിയവൻ ആരും തന്നെയില്ല. ശരണാഗതി പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്നവനെ, ദയവായി ഞങ്ങളെ രക്ഷിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തുടർന്നു. ഇന്ദ്രന്റെയും ദേവന്മാരുടെയും വാക്കുകൾ കേട്ടതിനു ശേഷം പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണു മറുപടി പറഞ്ഞു, ഏത് രാക്ഷസനാണ് നിങ്ങൾക്ക് ഈ ഗതി വരുത്തിയത്? എവിടെയാണ് അവൻ താമസിക്കുന്നത്? എങ്ങനെയാണ് ഇത്രയും ശക്തി അവനുണ്ടായത്? അല്ലയോ ഇന്ദ്ര, നീ പേടിക്കാതെ പറഞ്ഞു തരൂ. ഇന്ദ്രൻ മറുപടി പറഞ്ഞു, പരമദിവ്യോത്തമ പുരുഷ, ദേവാദിദേവ, നിന്റെ ഭക്തരുടെ ഹൃദയത്തിൽ പേടിയെല്ലാം ഇല്ലായ്മ ചെയ്യുന്നവനെ, നിന്നെ സേവ ചെയ്യുന്ന ഭക്തരിൽ കരുണ ചൊരിയുന്നവനെ, ബ്രഹ്മവംശജനായ ശക്തിശാലിയായ നടിശംഖ എന്നു പേരുള്ള ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു. ആ രാക്ഷസന്റെ മകന്റെ പേരാണ് മുര എന്ന അസുരൻ. മുരയുടെ പട്ടണം ചന്ദ്രമതിയാണ്. ലോകം മുഴുവനും കീഴടക്കി ദേവന്മാരെ മുഴുവനും ദേവലോകത്തു നിന്നും പുറത്താക്കി ഇന്ദ്രനായി സ്വയം പ്രഖ്യാപിച്ച് അഗ്നിയെയും വായുവിനെയും വരുണനെയും യമനെയും കീഴടക്കി മൊത്തത്തിൽ ലോകം ഭരിക്കാൻ അവൻ തുനിഞ്ഞിരിക്കുന്നു. ഈ അസുരനെ നിഗ്രഹിച്ച് ഞങ്ങളെ അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചാലും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ജഗന്നാഥന് കോപമാണ് ഉണ്ടായത്. ഇത്രയും അഹങ്കാരിയായ അസുരനെ ഇനി വച്ചേക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഭഗവാൻ തീരുമാനിച്ചു. നിങ്ങൾ ഒരുമിച്ച് ചന്ദ്രമതിയിലേക്ക് പോവുക. ഭഗവാൻ ഹരി അവരെ ചന്ദ്രമതിയിലേക്ക് അയച്ചു. ദേവന്മാരെ കണ്ട് മുര അതിഭയങ്കരമായി ഗർജിക്കുകയും മറ്റുള്ള അസുരന്മാരെയും കൂടെ ചേർത്ത് ആയുധങ്ങളുമായി എത്തി യുദ്ധം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഭഗവാൻ വിഷ്ണു പരമദിവ്യോത്തമ പുരുഷനായ ഋഷികേശനെ കണ്ടതും അസുരന്മാർ ഓടിയടുത്തു. ഭഗവാൻ അവരെയെല്ലാം കൊന്നൊടുക്കി. അവസാനം മുര ഭഗവാനുമായി യുദ്ധം തുടങ്ങി. ഭഗവാൻ ഋഷികേശന്റെ തിളങ്ങുന്ന ആയുധങ്ങളെയെല്ലാം തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് മുര നിഷ്പ്രഭമാക്കി. ആയുധമെല്ലാം നിഷ്പ്രഭമായപ്പോൾ ഭഗവാൻ മല്ലയുദ്ധം തുടങ്ങി. 1000 വർഷം ഭഗവാൻ മുരയുമായി മല്ലയുദ്ധം നടത്തി. തുടർന്ന് ഭഗവാൻ ബദരികാശ്രമത്തിലേക്ക് പോയി. കാരണം ഭഗവാന് മനസ്സിൽ അറിയാമായിരുന്നു, അല്ലെങ്കിൽ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ അറിയാം, ഈ മുര എന്ന രാക്ഷസൻ ഭഗവാനാൽ വധിക്കപ്പെടാൻ യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. കാരണം ഭഗവാനെ ആൽ മരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ട് മരിക്കാൻ ഇടയാവുകയോ ചെയ്താൽ അയാൾക്ക് വൈകുണ്ഠ ലോക പ്രാപ്തിയാണ് കിട്ടുന്നത് എന്ന് ഭഗവാന് നിശ്ചയം. അതുകൊണ്ട് തന്നെ ഭഗവാൻ മുരയെ വധിക്കാതെ തന്നെ യുദ്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഭഗവാന് മടുത്തു. മല്ലയുദ്ധം തുടങ്ങി മടുത്തു. അതിൽ നിന്നും രക്ഷയ്ക്കായി ഭഗവാൻ നേരെ ബദരികാശ്രമത്തിലേക്ക് പോയി. അവിടെ ലോകനാഥനായ യോഗേശ്വരൻ വളരെ മനോഹരമായ ഹിമവതി എന്ന ഗുഹയിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഈ മുര പിന്നാലെ പിന്തുടർന്നു വരുന്നുണ്ടായിരുന്നു. അല്ലയോ ധനഞ്ജയ, ആ ഗുഹയ്ക്ക് 96 മൈൽ വിസ്താരമുണ്ടായിരുന്നുവെങ്കിലും ഒരു പ്രവേശന കവാടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷീണിച്ചും പേടിച്ചുമാണ് ഭഗവാൻ ആ ഗുഹയിൽ ശയിക്കുന്നത് അല്ലെങ്കിൽ കടന്നത് എന്ന് മുര തെറ്റിദ്ധരിച്ചു. ഭഗവാൻ ആ ഗുഹയ്ക്കുള്ളിൽ കടന്ന് അവിടെ ശയിക്കാൻ തുടങ്ങി.
അപ്പോൾ പെട്ടെന്ന് ശത്രുതാ മനോഭാവത്തോടുകൂടി മുര ആ ഗുഹാ കവാടത്തിലേക്ക് എത്തുകയും ഭഗവാനെ വധിക്കാൻ വാളോങ്ങുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് അതിതേജസ്വിയായ അതിശക്തിശാലിയായ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ ഉയർന്നെഴുന്നേൽക്കുകയും ആ സ്ത്രീ മുരയുമായിട്ട് മല്ലയുദ്ധത്തിൽ ഏർപ്പെടുകയും അവസാനം മുര ആ സ്ത്രീയാൽ വധിക്കപ്പെടുകയും ചെയ്തു. ആ മുര വധിച്ചതിന് ശേഷം ഭഗവാൻ ശയ്യയിൽ നിന്നും എഴുന്നേറ്റ് കണ്ണുകൾ തുറന്ന് ആ സ്ത്രീയെ, സുന്ദരിയായ സ്ത്രീയെ നോക്കുകയും അവളോട് ചോദിക്കുകയും ചെയ്തു, അല്ലയോ സുന്ദരിയായ സ്ത്രീയെ അല്ലെങ്കിൽ ധൈര്യയായ വനിതയെ, നീ ആരാണ്, നീ എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് അന്വേഷിച്ചു. അവൾ രണ്ട് കൈകളും കൂപ്പിക്കൊണ്ട് ഭഗവാനോട് ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു, ക്ഷമിക്കണം, അങ്ങയെ വധിക്കാൻ ഓങ്ങിയ ഈ രാക്ഷസനെ ഞാൻ വധിച്ചിരിക്കുന്നു. ഭഗവാൻ എന്നോട് ക്ഷമിക്കണം. വീണ്ടും ഭഗവാൻ അവളോട് ആരായുകയുണ്ടായി, അല്ലയോ സുന്ദരി, നീ ആരാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ആ സുന്ദരിയായ സ്ത്രീ പറയാണ്, ഞാൻ അങ്ങയുടെ തന്നെ അന്തരംഗ ശക്തിയിൽ നിന്നും ഉണ്ടായവളാണ്. അങ്ങ് ശയിക്കുന്ന മാത്രയിൽ ഈ മുര എന്ന അസുരൻ അങ്ങയെ വധിക്കാൻ ഒരുങ്ങിയപ്പോൾ എനിക്കത് കണ്ടു നിൽക്കാനായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ത്രീ രൂപത്തിൽ അദ്ദേഹത്തിനെ നേരിട്ടതും വധിച്ചതും എന്ന് ആ സ്ത്രീ പറയുന്നു. അതിൽ അതീവ സന്തുഷ്ടനായ ഭഗവാൻ അവൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയുകയും നിന്റെ നാമധേയം ഇന്നു മുതൽ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുകയും ഇടയാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറയാണ്, അല്ലയോ ഭഗവാനെ, ഞാൻ ജനിച്ചത് ഏകാദശി ദിവസമാകയാൽ എൻ്റെ പേര് ഏകാദശി എന്നായതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. പകരം ഈ ഏകാദശി ദിവസം ആരാണോ അങ്ങയെ പൂജിക്കുന്നത് അവർക്ക് വൈകുണ്ഠ ലോക പ്രാപ്തി കൊടുക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം. ഇപ്രകാരം വരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, അല്ലയോ സുന്ദരിയായ ഏകാദശി, തീർച്ചയായിട്ടും എല്ലാ ഏകാദശി നാളിലും വ്രതം നോൽക്കുന്ന ഭക്തന്മാരെ ഞാൻ എന്നോടൊപ്പം ചേർത്ത് നിർത്തും. അവർക്ക് വൈകുണ്ഠ ലോക പ്രാപ്തി മോക്ഷമായി പ്രദാനം ചെയ്യും. ആരാണോ ഭക്തിപൂർവം ഏകാദശി ദിവസം എന്നെ ഭജിക്കുന്നത് അവർ തീർച്ചയായിട്ടും വൈകുണ്ഠ ലോക പ്രാപ്തിക്ക് അർഹയാകാൻ ഇടയാകും എന്നും ഭഗവാൻ ആ സുന്ദരിക്ക് വാക്കുകൊടുക്കുന്നു. അതോടൊപ്പം ആ സുന്ദരി അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇങ്ങനെയാണ് ഏകാദശി എന്ന ദേവിയുടെ ജനനം എന്ന് നമുക്ക് ഈ കഥയിലൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഏകാദശിയുടെ പേര് എന്താണ്, എങ്ങനെയാണ് അത് പരിപാലിക്കേണ്ടതെന്നും ആരെയാണ് അന്നത്തെ ദിവസം ഭജിക്കേണ്ടതെന്നും ദയവായി പറഞ്ഞു തന്നാലും. എല്ലാ ഏകാദശി മാഹാത്മ്യങ്ങളും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് ആണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. കാരണം യുധിഷ്ഠിര മഹാരാജാവാണ് എല്ലായ്പ്പോഴും ഏകാദശിയെ പറ്റി ഭഗവാനോട് ആരായാറുള്ളത്. കഴിഞ്ഞ ഏകാദശി മാഹാത്മ്യം നമ്മൾ കേട്ടത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നതാണെങ്കിൽ ഈ വൈകുണ്ഠ ഏകാദശി പോലുള്ള മറ്റനേകം ഏകാദശികളും ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തിൽ 25 ഏകാദശി അല്ലെങ്കിൽ 24 ഏകാദശികൾ വരാറുണ്ട്. ചില വർഷത്തിൽ അതിവർഷത്തിൽ 25ഉം അല്ലാത്ത സമയത്ത് 24 ഏകാദശികൾ വരാറുണ്ട്. ഈ 24 ഏകാദശികളുടെ മാഹാത്മ്യം ഓരോന്നായിട്ട് പലപ്പോഴായിട്ട് യുധിഷ്ഠിര മഹാരാജാവാണ് സാക്ഷാൽ ഭഗവാനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് ആരായുന്നതും ആ മഹത്വത്തെ പറ്റി നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇതെല്ലാം പത്മപുരാണത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ ശ്രേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവേ, താങ്കൾ കേൾക്കാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ഈ ഏകാദശിയുടെ മാഹാത്മ്യം പറഞ്ഞു തരാം. എന്റെ ഭക്തന്മാർ ഏകാദശി നാളിൽ പരിപൂർണ വ്രതം എടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷവും സംതൃപ്തിയും മറ്റേതൊരു യജ്ഞവും ദാനവും കൊണ്ട് എനിക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഭഗവാൻ ഹരിയുടെ ദിവസമായ ഏകാദശി നാളിൽ അവരവരുടെ കഴിവ് പോലെ ഉപവാസം അനുഷ്ഠിക്കേണ്ടതാകുന്നു. അല്ലയോ യുധിഷ്ഠിര, ഈ നാളിൽ വരുന്ന ഏകാദശി മാഹാത്മ്യം ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും തന്നെ ഏകാദശികളെ വേർതിരിച്ച് കാണരുത്. മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഏകാദശി പാലിക്കേണ്ടത് എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞു തരാം. ഏകാദശി വ്രതം ഭഗവാൻ ശ്രീ നാരായണനെയാണ് ഈ നാളിൽ പൂജിക്കേണ്ടത്. പൂർണ്ണമായ ഉപവാസം ഈ നാളിൽ പരിപാലിക്കേണ്ടതാകുന്നു. സർപ്പങ്ങളിൽ വച്ച് ശ്രേഷ്ഠനായ ശേഷനാഗം,
ഉത്തമം എന്ന പോലെ, പക്ഷികളിൽ ഗരുഡനും യജ്ഞങ്ങളിൽ അശ്വമേധ യജ്ഞവും ഇരുകാലികളിൽ ബ്രാഹ്മണരെന്ന പോലെയും എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമവും ഏകാദശിയാകുന്നു. ഭരതകുലത്തിൽ ജനിച്ച അല്ലയോ ഉത്തമനായ രാജാവേ, ആരാണോ ഏകാദശി നാളിൽ പരിപൂർണ വ്രതം അനുഷ്ഠിക്കുന്നത് അവരൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാകുന്നു. ഈ ഏകാദശിയുടെ പരിപാലനം ഞാൻ വിശദമായി നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഈ ഏകാദശി നാളിൽ എൻ്റെ ഭക്തൻ എനിക്ക് ഫലങ്ങൾ നേദിച്ച് എന്നെ ആരാധിക്കുന്നു. അന്നേ ദിവസം എൻ്റെ ഭക്തർ എനിക്ക് മാതളപ്പഴവും വെറ്റില, ഗ്രാമ്പു ഇങ്ങനെയുള്ള ഫലമൂലാദികൾ അർപ്പിക്കുന്നു. ചന്ദനത്തിരിയും നെയ്വിളക്ക് കാണിക്കുന്നതും ഈ ഏകാദശി നാളിൽ വളരെ ശ്രേഷ്ഠമാകുന്നു. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉപവസിക്കുന്ന ഭക്തന് കിട്ടുന്ന പുണ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അല്ലയോ രാജാവേ, ഈ ഏകാദശി നാളിൽ ഉപവസിച്ചാൽ കിട്ടുന്ന പുണ്യം മറ്റേതൊരു യജ്ഞം കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ ലഭിക്കുന്നതിനേക്കാളും കൂടുതലാണ്. 5000 വർഷങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ പുണ്യമാണ് ഈ ഏകാദശി നാളിൽ ഉറങ്ങാതെ ഉപവസിച്ചാൽ ലഭിക്കുന്നത്. ഇതിന് കാരണം ഞാൻ പറഞ്ഞു തരാം. പണ്ട് ചമ്പാവതി എന്നൊരു പട്ടണമുണ്ടായിരുന്നു. മഹിസ്മത എന്ന രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 4 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത മകൻ ലംബക എപ്പോഴും നീച പ്രവൃത്തികളിൽ മുഴുകിയിരുന്നു. മറ്റുള്ളവരുടെ ഭാര്യമാരുമായി അവിശുദ്ധ ബന്ധം പുലർത്തുകയും ചൂതുകളിയിലും വേശ്യാസ്ത്രീകളുമായി കൂത്താടിയും സ്വന്തം പിതാവിന്റെ സമ്പത്ത് ഒരുപാട് നശിപ്പിച്ചും എല്ലാ ദിവസവും വൈഷ്ണവനെ അധിക്ഷേപിച്ചും ബ്രാഹ്മണർക്കും ദേവന്മാർക്കും വളരെ പ്രശ്നമാവുന്ന രീതിയിലും പ്രവർത്തിച്ചു. അവസാനം മഹിഷ്മത രാജാവ് തന്റെ മകന്റെ അവസ്ഥ കണ്ട് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഓടിച്ച് കാട്ടിലേക്ക് വിട്ടു. രാജാവിന്റെ ദേഷ്യം ഭയന്ന് ബന്ധുക്കൾ ആരും തന്നെ ലംബകന്റെ രക്ഷയ്ക്ക് എത്തിയില്ല. പുറത്താക്കപ്പെട്ട ലംബകൻ ഇങ്ങനെ ചിന്തിച്ചു: എന്റെ അച്ഛൻ എന്നെ നാടുകടത്തി, എന്റെ പ്രിയപ്പെട്ടവർ എന്നെ സഹായിക്കാൻ വരുന്നില്ല, ഞാനിപ്പോൾ എങ്ങനെയാണ് ജീവിക്കുക? ലുംബകൻ സ്വയം പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പകൽ മുഴുവൻ വനത്തിൽ കഴിയാം, രാത്രിയാകുമ്പോൾ നഗരത്തിൽ നുഴഞ്ഞു കയറി കൊള്ളയടിക്കാനും ശ്രമിക്കാം. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതം സുഖമായി കഴിയും. അങ്ങനെ എല്ലാ ദിവസവും ലംബകൻ മൃഗങ്ങളെ കൊന്നു തിന്നും രാത്രികാലങ്ങളിൽ നഗരത്തിൽ പോയി കൊള്ളയടിച്ചും ജീവിതം കഴിച്ചുകൂട്ടി. പലപ്പോഴും പിടിക്കപ്പെട്ടുവെങ്കിലും രാജാവിനെ പേടിച്ച് ജനങ്ങൾ ലുംബകനെ വെറുതെ വിട്ടു. ഇതെല്ലാം ലുംബകൻ ചെയ്തു പോയ പാപകർമ്മങ്ങളുടെ ഫലമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മൃഗഭോജിയാണെങ്കിലും ലുംബകൻ ദിവസവും ഫലങ്ങളും കഴിച്ചിരുന്നു. ഭഗവാൻ വാസുദേവന് പ്രിയങ്കരമായൊരു വലിയ ആൽച്ചുവട്ടിലായിരുന്നു ലുംബകൻ ഒരു ദിവസം ഉറങ്ങാൻ ഇടയായത്. വാസ്തവത്തിൽ പലരും ആ ആൽമരത്തിനെ വൃക്ഷങ്ങളുടെ ദേവതയായി ആരാധിച്ചിരുന്നു. അങ്ങനെ ലുംബകന്റെ ദുഷ്കൃതികൾ തുടരുന്ന വേളയിൽ ഒരു ദിവസം ഈ ഏകാദശി ആഗതമായി. അന്നേ ദിവസം ആ ലുംബകന് അതിശൈത്യം അനുഭവപ്പെടുകയും ശരീരവേദനയും പനിയും ചുമയും അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ അയാൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മാത്രമല്ല, തലേ ദിവസം പകല് അയാൾക്ക് കായ്കനികൾ ഭക്ഷിക്കാനോ അല്ലെങ്കിൽ നഗരത്തിൽ പോയി കൊള്ളയടിക്കാനോ സാധിച്ചിരുന്നില്ല. അപ്രകാരം ദേഹാസ്വസ്ഥതയെ തുടർന്ന് അയാൾക്ക് ഉണ്ണാനോ ഉറങ്ങാനോ സാധിച്ചിരുന്നില്ല. അങ്ങനെ ലുംബകന്റെ പല്ലുകൾ വിറയൽ കാരണം കൂട്ടിമുട്ടുകയും ആ ഏകാദശി നാളിൽ എഴുന്നേൽക്കാനും സാധിച്ചില്ല. ഉച്ചയാകാറായപ്പോൾ ആ ഏകാദശി നാളിൽ ലുംബകൻ വളരെ ശ്രമപ്പെട്ട് ആ ആൽമരച്ചോട്ടിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. ഒരു പടുവൃദ്ധനെ പോലെ വളരെ പതുക്കെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് ലുംബകൻ നടന്നു. വളരെ ക്ഷീണിതനായതുകൊണ്ട് ലുംബകന് ഒരു മൃഗത്തെയും കൊല്ലാനും സാധിച്ചില്ല. മരങ്ങളിൽ നിന്ന് വീണു കിടന്ന കായ്കളും ഫലങ്ങളും പെറുക്കിയെടുത്ത് തിരികെ ആൽമര ചുവട്ടിലെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചിരുന്നു. കായ്കളും ഫലങ്ങളും ആൽത്തറയിൽ വെച്ച് ലുംബകൻ കരഞ്ഞു പറഞ്ഞു: അല്ലയോ പിതാവേ, എനിക്ക് എന്താണ് സംഭവിച്ചത്? ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കുക? ഞാൻ ഇനി എന്തായി പോകും? അല്ലയോ ശ്രീഹരി, എന്നിൽ കരുണ കാണിച്ച് ഈ കായ്കനികൾ സ്വീകരിച്ചാലും. വീണ്ടും ലുംബകൻ ഉറക്കമില്ലാതെ ആ രാത്രിയും കഴിച്ചുകൂട്ടി. ഭഗവാൻ ശ്രീ മധുസൂദനന് ലുംബകന്റെ കാട്ടുകനികളോട് അർച്ചന കണ്ട് സന്തോഷമാവുകയും
അത് സ്വീകരിക്കുകയും ചെയ്തു. ലുംബകൻ മനസാലെ അല്ലെങ്കിലും ആ ഏകാദശി വ്രതം ഉറങ്ങാതെ അനുഷ്ഠിച്ചതുകൊണ്ട് അതിലൂടെ നേടിയ പുണ്യഫലമായി ലുംബകന്റെ രാജ്യത്തിലേക്ക് തിരികെ പോകാനും സാധിച്ചു. അല്ലയോ യുധിഷ്ഠിര, മഹിഷ്മത രാജാവിന്റെ പുത്രന് ഹൃദയത്തിൽ ഒരല്പം പുണ്യം ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കേൾക്കുക. ഏകാദശിയുടെ പിറ്റേന്ന് സൂര്യൻ ഉദിച്ചപ്പോൾ മനോഹരമായൊരു കുതിര ലുംബകന്റെ അടുത്ത് വന്നു നിന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു അശരീരി മുഴങ്ങി. ഈ കുതിര ലുംബക നിനക്കുള്ളതാണ്. നീ അതിന്റെ പുറത്തു കയറി നിന്റെ ആൾക്കാരുടെ അടുത്തേക്ക്, നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പൊയ്ക്കൊള്ളുക. അല്ലയോ മഹിഷ്മത രാജപുത്ര, ഭഗവാൻ വാസുദേവന്റെ അനുഗ്രഹത്താലും ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് സ്വരൂപിച്ച പുണ്യത്താലും ഇനിയൊരു തടസ്സവും കൂടാതെ നിന്റെ രാജ്യം നിനക്ക് തിരികെ ലഭിക്കും. അത് അത്രയും മഹത്തരമാണ് ഈ ഏകാദശി ദിവസം അയാൾ ഉറങ്ങാതെയും ആഹാരം കഴിക്കാതെയും നോക്കിയതിനാൽ അയാൾ നേടിയ പുണ്യം. ഇപ്പോൾ സ്വന്തം പിതാവിന്റെ അടുത്തേക്ക് മടങ്ങി രാജകീയ സുഖങ്ങൾ അനുഭവിക്കാൻ ലുംബകന് സാധ്യമായി. ഇത് കേട്ട ഉടനെ ലുംബകൻ ആ കുതിരപ്പുറത്ത് കയറി ചമ്പാവതി നഗരത്തിലേക്ക് യാത്രയായി. ഈ ഏകാദശി വ്രതം നോക്കി നേടിയ പുണ്യത്താൽ ലുംബകൻ അതിസുന്ദരനായ ഒരു രാജകുമാരനായി മാറുകയും ഭഗവാൻ ശ്രീഹരിയുടെ കാൽപാദങ്ങളിൽ മനസ്സർപ്പിക്കുകയും ചെയ്തു. ഒരർത്ഥത്തിൽ അതെല്ലാം അവനെ ശുദ്ധഭക്തനാക്കി മാറ്റുകയായിരുന്നു. ലുംബകൻ തന്റെ പിതാവായ മഹിഷ്മത രാജാവിന് പ്രണാമങ്ങൾ അർപ്പിച്ച് ഒരിക്കൽ കൂടി രാജകുമാരന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. തന്റെ മകൻ വൈഷ്ണവ വേഷവും തിലകവും അണിഞ്ഞിരിക്കുന്നത് കണ്ട് രാജാവ് തന്റെ രാജ്യം മകനെ ഏൽപ്പിച്ചു. ലുംബകൻ ആ രാജ്യം ഒരു എതിർപ്പും കൂടാതെ വളരെയധികം കാലം നന്നായിട്ട് ഭരിച്ചു. ഈ ഏകാദശി വരുന്ന ദിവസങ്ങളിലെല്ലാം ആദരവോടെയും ഭക്തിയോടുകൂടി ലുംബകൻ പ്രജകളോടൊപ്പം ഏകാദശി വ്രതം നോക്കുകയും ആ ഏകാദശി എല്ലാ അർത്ഥത്തിലും അയാൾ പാലിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷമാണ് ആ ലുംബകൻ പരമഭക്തനായി മാറുകയും ചെയ്തത്. അല്ലയോ യുധിഷ്ഠിര, ലുംബകനെ പോലെ ആരാണോ എന്നെ ഭക്തിയോടുകൂടി സമീപിക്കുന്നത് അവരൊക്കെ എല്ലാ തീവ്രമായ ദുഃഖത്തിൽ നിന്നും ആകാംക്ഷയിൽ നിന്നും മുക്തി നേടുകയും ആരാണോ ഈ ഏകാദശി ലുംബകനെ പോലെ അറിയാതെയാണെങ്കിൽ പോലും ചിട്ടയോടെ പരിപാലിക്കുന്നത് അവരെല്ലാം ഈ ലോകത്ത് പ്രശസ്തരായി മാറുകയും ചെയ്യും. അതുപോലെ ആരാണോ ഈ ഏകാദശി മാഹാത്മ്യം കേൾക്കുന്നത് അവരും ഒരു രാജകീയ യജ്ഞം നടത്തിയ പുണ്യം നേടി കുറഞ്ഞ പക്ഷം അടുത്ത ജന്മത്തിലെങ്കിലും സ്വർഗലോകത്തെത്താൻ അവസരവും ലഭിക്കും. ഇതോടെ ഉത്തര പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ ഏകാദശി മാഹാത്മ്യം ഇവിടെ പൂർണ്ണമാകുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ.